ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണ് പ്രവാസി ഭാരതീയരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നെത്തുന്ന രാജ്യങ്ങളിലെ സമൂഹത്തെ പരിപോഷിപ്പിക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിക്കുന്നതായും പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് നൽകിയ ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരത്തെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ പ്രവാസി സമൂഹത്തിന് സാധിച്ചു. പ്രവാസി സമൂഹത്തെ ചേർത്ത് നിർത്താൻ ഇന്ത്യ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. 1915 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത്. രാജ്യവികസനത്തിൽ പ്രവാസികളുടെ സംഭാവനകളെ ആദരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ സർഗാത്മകമായ ഉള്ളടക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ക്രിയേറ്റേഴ്സ് കോർണറിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും സഹമന്ത്രി എൽ മുരുകനും ചേർന്ന് ക്രിയേറ്റേഴ്സ് കോർണർ ഉദ്ഘാടനം ചെയ്തു. 1 കോടി യുവജനങ്ങളെ കണ്ടന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2ാം പതിപ്പിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ രാജ്യത്ത് നിന്നും വിദേശത്തു നിന്നുമായി 2500ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ യുവതി യുവാക്കൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പങ്കുവയ്ക്കും. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്നിഹിതനാവും. ഈ മാസം 12-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവതി യുവാക്കൾ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമാവും. ബഹിരാകാശ സഞ്ചാരികളായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ, വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ തുടങ്ങിയവർ ഇതിലൂടെ യുവജനങ്ങളുമായി സംവദിക്കും. കോട്ടയം പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. രജത ജൂബിലി സ്മാരകവും അദ്ദേഹം അനാവരണം ചെയ്തു. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡുമായുള്ള ധാരണാപത്രം ചടങ്ങിൽ ഒപ്പുവച്ചു. കോട്ടയം വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീ ജോർജ് കുര്യൻ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ERO, AERO-മാരിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന BJP യോഗങ്ങളിലും കേരള കൗമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തിയ വിവരം തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ SIT സംഘം തന്ത്രിയെ ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്താണ് ചോദ്യം ചെയ്യൽ നടന്നത്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. പമ്പ മുതൽ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിവരെ 34,115 പേർ ദർശനം നടത്തി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നാളെ വിരമിക്കും. ഹൈക്കോടതിയിൽ ഫുൾ കോർട്ട് റഫറൻസിലൂടെ അദ്ദേഹത്തിന് ഇന്ന് യാത്രയയപ്പ് നൽകും. ജസ്റ്റിസ് സൌമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളുമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മികച്ച ജനപങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ടോക്ക് സെഷനിൽ പ്രശസ്ത എഴുത്തുകാരി തസ്ലീമ നസ്രിൻ ഇന്ന് പങ്കെടുത്തു. രാഷ്ട്രീയത്തിലെ ചിരി എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ K. മുരളീധരൻ, പന്ന്യൻ രവീന്ദ്രൻ, PK ബഷീർ MLA, CP ജോൺ എന്നീ നേതാക്കൾ പങ്കെടുത്തു. അമൃതഹർഷം മെഗാഷോ, ഈണം മെഗാഷോ എന്നീ കലാപരിപാടികൾക്കൊപ്പം പടവീരൻ തെയ്യവും പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം അരങ്ങേറും. പാൽ ഉൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഔപചാരിക ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഉൽപാദനക്ഷമതയിൽ കേരളം 2ാം സ്ഥാനത്താണെന്നും ശ്രീമതി ചിഞ്ചുറാണി പറഞ്ഞു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ ക്ഷീരവികസന മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും നാളെ കൊല്ലത്ത് നടക്കുമെന്ന് ജില്ലാ കളക്ടർ N. ദേവിദാസ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം അഷ്ടമുടി കായലിലാണ് മത്സരങ്ങൾ. മന്ത്രി KN. ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് മാറ്റുരയ്ക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.